സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. മലപ്പുറത്തടക്കം കണക്കുകൾ നിരത്തിയാണ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ മന്ത്രി പറഞ്ഞ കണക്കും സർക്കാർ തന്നെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം പരിശോധിച്ചാൽ മന്ത്രി പറയുന്നതിലെ കണക്കിലെ കളികൾ മനസ്സിലാക്കാനാകും. അതൊന്ന് പരിശോധിക്കാം. ഏകജാലകം വഴി ഹയർ സെക്കൻഡറി പ്രവേശനം നേടുന്നതിനുള്ള സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റാണിത്. ഓരോ അലോട്ട്മെന്റ് ഘട്ടത്തിലും ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് ജില്ലാ തലങ്ങൾ മുതലുള്ള കണക്കുകൾ ഈ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രകാരം സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച രേഖയാണിത്. ഇനി മലപ്പുറം ജില്ലയിലെ അപേക്ഷകരുടെ എണ്ണം മന്ത്രി പറഞ്ഞത് കേൾക്കുക. ഇനി ഞാൻ പറയുന്നത് മലപ്പുറത്തെ സീറ്റാണ്, എണ്ണമാണ് പറയുന്നത്. അവിടെ +1 അപേക്ഷ നൽകിയത് 74,840. നമുക്ക് 74,840 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയ ഉത്തരവാദിത്വം ഉണ്ട് അപേക്ഷ നൽകി. ഇനി സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ച കണക്ക് നോക്കാം. 82,446 അപേക്ഷകർ എന്നത് മന്ത്രി പറഞ്ഞപ്പോൾ 74,840 മാറി. അഥവാ 7,606 അപേക്ഷകരുടെ വ്യത്യാസം. തൊട്ടടുത്ത കോളം നോക്കിയാൽ ആ കണക്കിലെ കളിയിലെ ഉത്തരവും കിട്ടും. ആ 7,606 വിദ്യാർത്ഥികൾ മറ്റു ജില്ലകളിൽ നിന്നായി മലപ്പുറം ജില്ലയിൽ സീറ്റിനായി അപേക്ഷിച്ചവരാണ്. മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മറ്റു ജില്ലകളിലും ഇതര ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകർ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ 7,606 വിദ്യാർത്ഥികളുടെ അപേക്ഷകളെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം തന്നെ വെട്ടി. മെറിറ്റിലും വിവിധ സംവരണ കോട്ടകളിലുമായി 49,906 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയെന്ന് മന്ത്രി. 50,036 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയെന്ന് സർക്കാർ രേഖയും. അലോട്ട്മെന്റ് നൽകിയിട്ടും മലപ്പുറത്ത് 10,897 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ലെന്നാണ് മന്ത്രിയുടെ അവകാശവാദം. വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന വിഷയമോ വിദ്യാലയമോ ലഭിക്കാതെ എങ്ങനെ പ്രവേശനം നേടുമെന്നാണ് വിദ്യാർത്ഥികളുടെ ചോദ്യവും. അങ്ങനെ അഡ്മിഷൻ നേടാത്തവരെയും മന്ത്രി കണക്കിൽ നിന്നും വെട്ടി. മലപ്പുറം ജില്ലയിൽ അൺഎയ്ഡഡ് സീറ്റുകളടക്കം നിലവിൽ 21,550 സീറ്റുകൾ ഒഴിവുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അവകാശവാദം. ആകെ ഒഴിവുകൾ 1,18,337. അൺഎയ്ഡഡ് സീറ്റുകൾ ഒഴിവാക്കിയാൽ തന്നെ 73,650 സീറ്റുകൾ ഒഴിഞ്ഞിടപ്പുണ്ട്. ഇനി സംസ്ഥാനത്തൊട്ടാകെ പ്രവേശനം നേടുവാനുള്ള അപേക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 26,995. എന്നാൽ അൺഎയ്ഡഡ് സീറ്റുകളടക്കം ബാക്കിയുള്ളത് 17,224 സീറ്റുകളെന്ന് സർക്കാർ രേഖ. മലപ്പുറത്ത് ഇനി പ്രവേശനം കാത്തിരിക്കുന്ന അപേക്ഷകരുടെ എണ്ണം 14,037 മാത്രമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി. മലപ്പുറം ജില്ലയിൽ ആകെ 49,906 സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടി. അപ്പം നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ അപേക്ഷ നൽകി പ്രവേശനം നേടിയവരും തമ്മിലാണ് നോക്കേണ്ടത്. 10,897 മലപ്പുറം ജില്ലയിൽ നിലവിലുള്ള ഒഴിവുകൾ അതല്ലേ ചോദിച്ചു. എന്നാൽ 82,446 അപേക്ഷകരിൽ നിന്നും പ്രവേശനം നേടിയ 50,036 വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് കിട്ടുക 32,410 എന്നാണ്. അത് 14,037 ആക്കുന്ന മന്ത്രിയുടെ മായാജാലവും കണക്കിലെ കളികളും യുക്തിക്ക് നിരക്കുന്നതല്ല. മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും എല്ലാ വിഷയങ്ങളിലും A+ നേടിയിട്ടും ഇനിയും അവസരം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും മന്ത്രിയുടെ കണക്ക് ഒട്ടും ദഹിക്കില്ല. എന്തിനേറെ SFIക്ക് പോലും മന്ത്രിയുടെ ഈ കണക്ക് ഇനിയും ബോധ്യമായിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കണം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.